ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് ഞങ്ങൾക്ക് മാമ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അവിടെ കസിൻസും എൻ്റെ ബ്രദറും എല്ലാവരും വരുന്നുണ്ട്. മാമ 2 ദിവസം മുന്നെയാണ് എത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. സാബി ഇല്ലാത്തതുകൊണ്ട് മാമിയുടെ ബ്രദറാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഏജു അവിടെ എത്തിയപ്പോൾ തൊട്ട് കളി തുടങ്ങിയതാണ്. പിന്നെ ഫുഡ് കഴിക്കാനും ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഫുഡിലെല്ലാം വന്ന് അലമ്പാക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ട് ആൾ കഴിക്കാനൊന്നും വന്നില്ല. അവിടെ മൊത്തമുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തേക്കുന്നു. മാമൻ്റെ സ്പെഷ്യൽ മജ്ബൂസ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. മാമിയുടെ സ്പെഷ്യൽ മട്ടനും ഉണ്ടായിരുന്നു. ഞാൻ മട്ടൻ കഴിക്കില്ല, കഴിച്ചവരെല്ലാവരും സൂപ്പറാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സമയം എല്ലാവരും കൂടി കിട്ടി. ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് മിന്നു, ഇത് മാമൻ്റെ മോളാണ് ഷമ്മു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കുറേ സംസാരിച്ചു. ഇവരൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. ഏസുവിൻ്റേതായിട്ടുള്ളൊരു വേൾഡിലായിരുന്നു. അങ്ങനെ ആരുമായിട്ടും പ്രത്യേകിച്ച് ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷെ എല്ലായിടവും എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അലമ്പണിച്ച് നടക്കുമായിരുന്നു കേട്ടോ. ആൾക്ക് തിരിച്ചിങ്ങോട്ട് വരണം എന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ പൊക്കിക്കൊണ്ട് വന്നതാണ്. എല്ലാ സാധനത്തിൻ്റെ മേലെയും വലിച്ചു കയറി അവിടെ നിന്ന് പിന്നെ ചാടുക, ഇതൊക്കെയായിരുന്നു അവളുടെ കുറേ ഹോബീസ്. ഫുഡ് കഴിക്കാനൊന്നും കാര്യമായിട്ട് വന്നില്ല. കുറച്ച് ട്രൈ ചെയ്ത് പിന്നെ ഞാനും അവിടെ നിർത്തിയിട്ടോ. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേയൊക്കെ നേരം സംസാരിച്ചു. വലിഞ്ഞ് കയറാൻ ഭയങ്കര ത്രില്ലാണ്, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഏസുബി എല്ലാ സാധനത്തിൻ്റെ മുകളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇറങ്ങാൻ ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കും. അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. നല്ലൊരു ഡേ തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ഈവനിങ്